നമുക്കിന്നേ എങ്ങനെയാണ് ബാഡ് ടൈംസിനെ തരണം ചെയ്യേണ്ടതെന്ന് പറയട്ടെ. ഞാൻ മനസ്സിലാക്കി എടുത്തതാണ് കേട്ടോ. ഞാൻ പല രീതിയിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്, കുറേ ഗുരൂസിൻ്റെ എന്താ പറയുക അഡ്വൈസസ് കേട്ടിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ പർട്ടിക്കുലറായിട്ട് ചെയ്തത് ഞാൻ പറയാം കേട്ടോ. കാരണം നമുക്ക് ഈ ജോബ് ലോസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് ജോബ് ലോസ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇഷ്യൂ പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളിലുണ്ടായിന്നാണ് വിചാരിക്കുക അല്ലേ. അങ്ങനെ ഒരു സമയം എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം അത് ഞാനൊരു ബാഡ് ടൈമായിട്ടാണ് മനസ്സിലാക്കിയത്. ലൂസിങ് യുവർ ജോബ് ബിക്കോസ് ഓഫ് നത്തിങ്. ചില ഈഗോ ക്ലാഷസ് ഒക്കെ കാരണമാണ് അത് പോയതെന്ന് ഞാനൊരു പ്രാവശ്യം പറഞ്ഞില്ലേ എൻ്റെ ജോബ് ലോസിൻ്റെ കാര്യം ഇതിന് മുമ്പുള്ള വീഡിയോസിൽ. അപ്പോൾ ആ ജോബ് ലോസ് വന്നു കഴിഞ്ഞപ്പോൾ ജോബ് പിന്നെ കിട്ടി, പക്ഷെ ആ കിട്ടുന്ന സമയം വരെയുള്ള ഒരു 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 നമുക്ക് തരണം ചെയ്യണ്ടേ ആ ഒരു പീരിയഡ്. എനിക്ക് 3-4 ദിവസത്തിനുള്ളിൽ ജോബ് കിട്ടിയിട്ടോ. ആദ്യം ഒരു പ്രാവശ്യം എനിക്ക് ജോബ് ലോസ് ആയപ്പോൾ. പിന്നീടെല്ലാം ഞാൻ വന്നിട്ട് ജോബ് വേണ്ടാന്ന് വെച്ച് പോവുകയാണ് ചെയ്തത്. ഓരോ കാരണങ്ങൾ കൊണ്ട് ജോബ് ഹോപ്പ് ചെയ്തു, പൈസ ഹൈക്ക് ചെയ്ത് കിട്ടാൻ, ബെറ്റർ പൊസിഷന് വേണ്ടി. അതൊന്നും ബാഡ് ടൈമായിട്ട് പറയാൻ പറ്റില്ല അല്ലേ. ഇത് ഒരു ബാഡ് ടൈമാണ്. പെട്ടെന്ന് ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇനി മുതൽ ജോബില്ല, പിങ്ക് സ്ലിപ്പ്, യു ആർ ലെയ്ഡ് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാഭിമാനത്തിനും ഒരു ക്ഷതമേക്കും അല്ലേ. ഇപ്പോൾ ഇത് വളരെയധികം കോമൺ ആണ്. ഇറ്റ് ഈസ് റാംപൻ്റ് എന്ന് തന്നെ പറയാം. എല്ലായിടത്തും ഇത് തന്നെയാണ് ജോബ് ലോസ്. അവർക്ക് അവിടെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ എല്ലാത്തിലൊക്കെ ഇങ്ങനെ ലേ ഓഫ് വരുന്നുണ്ടല്ലോ ഒരുപാട് പേരുടെ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളും അതിനതീതരല്ലല്ലോ. അത് നമ്മുടെ കഴിവ് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല നമ്മൾ ഇതിനകത്ത് കയറി പോകുന്നതും കയറി പോകാതിരിക്കുന്നതും. ഡംപസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മളെക്കാളും ഡംപസ്റ്റ് ആണെന്ന് നമുക്ക് തന്നെ അറിയാവുന്ന ആളുകൾ വരെ സർവൈവ് ചെയ്ത് ബാക്ക് ദെയർ ഇൻ ദ ജോബ് ദേ മൈറ്റ് ബി സർവൈവിങ്. അതിന് വ്യത്യസ്തമായ റീസൺസ് ഉണ്ടാവാം കേട്ടോ. നമ്മുടെ റീസൺസ് ആയിരിക്കില്ല അവരുടെ റീസൺസ്. അവരെ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അതിന് വേറെ റീസൺസ് ഉണ്ടാകാം. ഒരിടത്തെ ഒരു ലോ ഫേമിൽ ഇതുപോലെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കണ്ടോ, ഇത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യങ് ലോയറാണ് നിങ്ങൾ വേണ്ടാന്ന് വെച്ചതെന്ന് ഒരു കുട്ടിയെ, എൻ്റെ കാര്യമല്ല, വേറൊരു ലോയറിനെ വേണ്ടാന്ന് വെച്ചപ്പോൾ ആ ഓണർ പറഞ്ഞത് എന്താണെന്ന് അറിയോ, അതെ അവർ പോയെന്ന് വെച്ചിട്ട് എനിക്ക് ഒരു ത്രെട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ അകത്തുനിന്ന് അവർ കേസസ് എടുത്തുകൊണ്ടുപോയി അവർക്ക് സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ധൈര്യമുള്ള ഒരു ആളാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ പറഞ്ഞയച്ചതെന്ന്. ഈ ഡംപസ്റ്റ് ബോയ് ആകുമ്പം അവർ ഒന്നും ചെയ്യില്ല, എൻ്റെ പണി ഇങ്ങനെ റൂട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരുന്നോളും. അവൻ വന്നിട്ട് വേറെ ജോബ്, ഹി വിൽ നോട്ട് ഗെറ്റ് അനദർ ജോബ് ആസ് വെൽ ആസ് ഹി കനോട്ട് സ്റ്റാർട്ട് വൺ ബൈ ഹിസ് ഓൺ എന്ന് പറഞ്ഞവർ. കാരണം ഇവനെ ആരും വിശ്വസിക്കൂല, ഇവനൊരു ഉറക്കം തൂങ്ങിയാണ്, ഇവനെ മര്യാദയ്ക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല എന്ന് ഓർത്ത് ആരും ഇവനൊരു ജോബും കൊടുക്കില്ല. അവന് വന്നിട്ട് പുറത്ത് ഒരു ഫേം ഇതുപോലെ തുടങ്ങാനും പറ്റില്ല. അതുകൊണ്ട് ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ആളിനെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിവുകേട് കൊണ്ടൊന്നും ആയിരിക്കില്ല നമുക്ക് ജോബ് ലോസ് ആവുന്നത് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ബാഡ് ടൈംസ് നമ്മൾ എങ്ങനെ തരണം ചെയ്യാന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് ഒരു കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ജോബ് നമ്മൾ ദിവസം രാവിലെ എണീറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ കിടകിടകിടാന്ന് ചെയ്ത്, ലേഡീസ് ആണെങ്കിൽ വീട്ടിലെ പണിയും ചെയ്ത്, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യണ ജോലിക്കാരി ഇല്ലെങ്കിൽ നല്ല പാടാണ്. അതായത് ഒരു ഗവേണൻസ് പോലെ ആരെങ്കിലും വീട്ടിലില്ലെങ്കിൽ അവർ 8 മണിക്കേ വരുള്ളെങ്കിൽ ആ 8 മണി വരെയുള്ള സമയത്തിനുള്ളിൽ കുട്ടികളുടെ കാര്യമൊക്കെ ഈ അമ്മ തന്നെ നോക്കി കഷ്ടപ്പെട്ടിട്ടായിരിക്കും ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറാകണത്. ഒരു 4-4:30 മണിക്കെങ്കിലും ഒരു ആവറേജ് വീട്ടമ്മ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്ത് വെച്ചാൽ മാത്രമാണ് 8 മണിയാകുമ്പോഴേക്കും അവരുടെ മെയ്ഡ് വന്ന് പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി ഒന്ന് വേഗം തൂത്തിട്ട് 8:30 ആകുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. ബോംബെയിലൊക്കെ താമസിക്കുന്ന ലേഡീസ് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ 6 മണിക്കൊക്കെ ദേ ഹാവ് ടു ട്രാവൽ. കാരണം ബോംബെ ജോലി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങേയറ്റത്തായിരിക്കും, ചിലപ്പോൾ വീട് ഇങ്ങേയറ്റത്തായിരിക്കും ഇവരുടെ ഓഫീസ്. എപ്പോഴും വീട് മാറിക്കൊണ്ട് നടക്കാൻ പറ്റുമോ? യു ഹാവ് ടു സ്റ്റേ ഇൻ വൺ പ്ലേസ് അല്ലേ. റെൻറ്റിൻ്റെ മാത്രമല്ല, ഓരോ പ്രാവശ്യം വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഉണ്ടല്ലോ നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങളാണെന്നറിയോ സംഭവിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ 10-12 വീട് ഞാൻ മെഡ്രാസിൽ മാറിയിട്ടുണ്ട്. ഓരോ വീട് മാറുമ്പോഴും നമുക്ക് അതിനനുസരിച്ചുള്ള കേർട്ടൻസ് ഉണ്ടാക്കണം. കാരണം ഓരോ വീടിൻ്റെയും ജനലിൻ്റെയും അളവൊക്കെ വ്യത്യാസമായിരിക്കില്ലേ. പിന്നെയും ഞാൻ അതിലേക്ക് പോയി. ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ബാഡ് ടൈംസ് ഓവർകം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉറങ്ങുക.
രാവിലെ നമ്മൾ കിടന്ന് നമുക്ക് ആ കിട്ടാത്ത ഉറക്കം ഉണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ് ഈ 4:30 മണിക്ക് പോകുന്നത്, ഒരാഴ്ച അങ്ങ് ഉറങ്ങുക നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഒന്നിനെ പറ്റിയിട്ടും ടെൻഷൻ പിടിക്കരുത്. കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ അത്രയും തലേദിവസമൊക്കെ തന്നെ എടുത്ത് വെച്ച് അവർക്ക് സ്കൂള് പോകാറാകുമ്പോഴേക്ക് നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയിക്കോളൂ, അമ്മയെ ശല്യം ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് വരിക. എന്നാലും 7 മണിക്ക് എണീറ്റാലെങ്കിലും മതിയാവില്ല. നിങ്ങൾക്ക് ആവുന്നത്ര ഉറങ്ങുക. നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾക്ക് വെറുതെ ഒരു ബുക്ക് വായിക്കാനാണ് തോന്നുന്നത്, ഇനി ബുക്ക് വായിക്കുക. അന്ന് കുക്ക് ചെയ്യണ്ടെന്ന് തോന്നുന്നെങ്കിൽ കുക്ക് ചെയ്യണ്ട, പുറത്തുനിന്ന് വാങ്ങിച്ചോളൂ. അങ്ങനെ ഈ ബാഡ് ടൈമിനെ നിങ്ങൾ നിങ്ങളുടെ ലെഷ്യൂർ ടൈമായിട്ട് മാറ്റി അതങ്ങ് എൻജോയ് ചെയ്യുക അടുത്ത ജോബ് കിട്ടുന്നവരെ. അപ്പോൾ അതൊരു കാര്യം ചെയ്യാം. പിന്നെ സെക്കൻഡ് തിങ്, നിങ്ങൾ കുറച്ച് റിലീജിയസ് ആക്ടിവിറ്റീസിൽ മുഴുകണം. അതായത് അടുത്തുള്ള അമ്പലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോകാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ കാരണം ഓഫീസിൽ പോകണം, പിന്നെ തിരിച്ചു വന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും സമയമില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ റിലീജിയസ് ആക്ടിവിറ്റീസിൽ ഖുർആനാണെങ്കിൽ, ബൈബിളാണെങ്കിൽ, ഭഗവത്ഗീതയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പാർട്ടൊക്കെ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ശ്ലോകംസ് ഒക്കെ ഉണ്ടല്ലോ, ഹിന്ദുസിനാണെങ്കിൽ ഞാൻ പറയാം ലളിത സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ഒക്കെ പഠിക്കുക. ബൈബിളിൽ എനിക്കറിയില്ല, അവരുടേതായിട്ടുള്ള പല എന്താ പറയുക പ്രേയേഴ്സും കാണാതെ പഠിക്കുന്നവർ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഖുറാനിലും കാണുമായിരിക്കും. യു റീഡ് ഇറ്റ്. അങ്ങനെ നിങ്ങളുടെ ആ സമയമുണ്ടല്ലോ അതിനകത്തേക്ക്. പിന്നെ എന്നും രാവിലെ കുളിക്കണം കേട്ടോ. എങ്ങനെ നമ്മൾ ആ അമ്പലത്തിൽ പോകുന്ന ദിവസം അല്ലെങ്കിൽ പോലും നമ്മൾ ഈ ഉറക്കം നല്ലോണം ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സ് ഇട്ടിട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റിവിറ്റി കടന്നു കയറാൻ തുടങ്ങും. അയ്യോ, എനിക്ക് എന്നും പോകുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് പോകുന്നവരല്ല, ആ ഒരു അഴുക്ക് നമ്മുടെ ശരീരത്തിൽ ബാധിക്കാതിരിക്കുക. ഞാനിത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത് കേട്ടോ. എനിക്കത് പല കാര്യങ്ങളിലും ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹൗ ടു ഓവർകം ദിസ്. അതൊരു ബാഡ് ടൈമായിട്ട് തോന്നുകയാണെങ്കിൽ ആ ബാഡ് ടൈമിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് സെക്കൻഡ് തിങ് ഞാൻ പറഞ്ഞു, ഇങ്ങനെ റിലീജിയസ് ആക്ടിവിറ്റീസ് ചെയ്യുക, ഇതുപോലെയുള്ള റൈംസ് ഒക്കെ റിലീജിയസ് ഹിംസ് ഒക്കെ പഠിക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സ്പാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, സ്പാ ഇതിൽ കുറച്ച് പൈസയൊക്കെ ഉള്ളവർക്കാട്ടോ ഞാൻ പറയണത്. എന്തായാലും ഉണ്ടാവുമല്ലോ, കുറച്ചൊക്കെ ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തോളൂ കേട്ടോ. കാരണം ദാറ്റ് ഈസ് ഗുഡ്. അപ്പോഴാണ് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുക. കാരണം 4 ദിവസം 3 ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യേണ്ട മസാജൊക്കെ ഉണ്ടാവില്ലേ, ആയുർവേദിക് മസാജ് അങ്ങനെയുള്ളതിനൊക്കെ പോവുക. പിന്നെ അല്ലെങ്കിൽ ഈ സ്പായ്ക്ക് പോവുക. പിന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യുക. ഇതൊക്കെ പണമുള്ളവർക്ക് പറയേണ്ടതാണല്ലോ ചേച്ചി എന്ന് പറയുമ്പോൾ, എന്നാലും ഞാൻ അല്ലെങ്കിൽ തന്നെത്താൻ പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്തോളൂ. മക്കളെ വെച്ചിട്ട് മോളോട് പറയൂ ചെയ്തു തരാനായിട്ട്. അവർ ചെയ്തു തരുമോ, നിനക്ക് ഞാൻ ചെയ്തു തരാടേ എന്നും പറഞ്ഞ് ചെയ്യിപ്പിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിലും മതി. തലയിൽ നിറയെ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്യുക. കാരണം നമ്മളെ കോർപ്പറേറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഈ ആയുർവേദിക് എണ്ണയൊക്കെ തേച്ചിട്ട് പോകുമ്പോൾ അവർ പറയാറുണ്ട്, അയ്യോ ഇത് ചെയ്യരുത്, ബിക്കോസ് ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിലായിരിക്കും. പിന്നെ പല എത്നിക് കൾച്ചേഴ്സുള്ള ആൾക്കാർ, ഫോറിൻ ആൾക്കാർക്കൊക്കെ അത് ഇഷ്ടാവില്ല. ചിലർക്കൊന്നും അതിൻ്റെ മണം ഇഷ്ടമല്ല. ദേ ഫൈൻഡ് ഇറ്റ് വെരി അൺക്ലീൻ. നമുക്കത് ഇഷ്ടമാവും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ റൂമിലൊക്കെ എനിക്ക് എപ്പോഴും ആ ഒരു സ്മെല്ലാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ പറ്റാത്ത ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണെങ്കിൽ തല നിറച്ച് എണ്ണ തേച്ച് കുളിച്ചിട്ട് ആ ആയുർവേദിക് മണമായിട്ട് നടക്കുക അല്ലേ, ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു യൂട്യൂബ് റെസിപ്പി നോക്കുക. നമുക്ക് പറ്റുന്ന എന്തെങ്കിലും മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ മോള് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ വരുമ്പോഴോ ഒരു റെസിപ്പി ഉണ്ടാക്കി വെക്കുക. പിന്നെ അവരുടെ ടിഫിൻ ബോക്സ് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കണേ, പക്ഷെ എല്ലാം വല്ല പെട്ടെന്നാക്കുന്ന സാധനങ്ങളായിരിക്കില്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിടുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഈ ബാഡ് ടൈംസ് പോകുന്നത് നമ്മൾ അറിയത്തേയില്ല. ദാറ്റ് വാസ് നോട്ട് എ ബാഡ് ടൈം. നമ്മൾ ആ ടൈമിനെ നമ്മൾ നന്നാക്കി എടുക്കുന്നതാണ് അല്ലേ. സോ ദീസ് ആർ ദ ആക്ടിവിറ്റീസ് നമ്മൾ ഈ ബാഡ് ടൈം പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർക്ക് ചിലപ്പോൾ അതങ്ങ് ഇഷ്ടമാകും ആ റൂട്ടീൻ. പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ കുറച്ചൊരു നീക്കിയിരിപ്പൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഈവൻ കണ്ടിന്യൂ ദ സെയിം ലൈഫ് സ്റ്റൈൽ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് ജോലിക്ക് പോകണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. എന്നെപ്പോലെ ഞാനൊരു 4 വർഷമായിട്ട് ഇപ്പം ഇൻ ബിറ്റ്വീൻ ജോബ്സ് അല്ലേ, ഞാൻ 2-3 ജോബ് അവിടെ ഷാർജയിൽ ചെയ്തു, പിന്നെ ഒരെണ്ണം ദുബായിൽ കിട്ടിയത് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് ഈ ബാഡ് ടൈംസ് തോന്നിയായിരുന്നു, ഇതെൻ്റെ ബാഡ് ടൈം ആണെന്ന് തോന്നിയിരുന്നു. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ മാറ്റി. ഞാൻ പല വീഡിയോസ് കണ്ടിട്ടൊക്കെ ഐഡിയാസൊക്കെ എടുത്താണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരു ചെറിയ ഒരു രൂപത്തിലാക്കി നിങ്ങൾക്ക്, എന്നെ കേൾക്കുന്നവർക്ക് എല്ലാവരും ഞാൻ ബ്രൗസ് ചെയ്യുന്ന അത് കാണൂലല്ലോ. സോ അതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് തന്നെയാണ് പറയണത്. കാരണം എനിക്കിവിടെ നിന്ന് ഇങ്ങനത്തെ വലിയ വിസ്ഡം കിട്ടുന്നത് ഓക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനത് പ്രാക്ടിക്കലാക്കി നോക്കിയപ്പോൾ അത് കറക്റ്റാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനും അതിൽ നിന്ന് അത് ഓവർകം ചെയ്തത്.
പിന്നെ കൊച്ചു യാത്രകൾ ചെയ്യാം കേട്ടോ. നമ്മുടെ തന്നെ സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അറ്റത്തുള്ള ഏതെങ്കിലും ഒരു കോവിലിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു മ്യൂസിയം സന്ദർശിക്കുകയോ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആ സിറ്റിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടുപിടിച്ച് ചെയ്യുക. മദ്രാസിൽ ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. ഞാനതൊരു വീഡിയോ പണ്ട് എൻ്റെ കാണുന്നവർ ചിലപ്പോൾ കാണുമായിരിക്കും. ഗിരിജ എന്ന് പറഞ്ഞിട്ടൊരു വീട്. അത് വന്നിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ഡേയുടെ അന്ന് അവിടെ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഇതിടുന്നുണ്ടാകും. സർവേപ്പള്ളി എസ് രാധാകൃഷ്ണൻ്റെ വീടാണത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ബസ്റ്റ് ഉണ്ട്. അതിലിങ്ങനെ എപ്പോഴും പിള്ളേർ മാല ഇടുന്ന കാണാം അന്നത്തെ ദിവസം, ടീച്ചേഴ്സ് ഡേയുടെ അന്ന്. സെപ്റ്റംബർ 5 അല്ലേ? അതെ അല്ലേ? അതേന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ടീച്ചേഴ്സ് ഡേയുടെ അന്നാണ് അദ്ദേഹത്തിന് മാല ഇടിക്കുക ഈ ഇതിൽ. അപ്പം ഞാൻ ഈ വീട് കാണുമ്പോൾ എപ്പോഴും എനിക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. കാരണം ഞാൻ അന്നൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മൈലാപ്പൂരിൽ ഈ വീട് അങ്ങനെ പാസ് ചെയ്ത് വരുന്ന ബസ്സസിലൊക്കെ കയറുമ്പോൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ കയറ്റൊന്നുമില്ല, അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ കയറ്റുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബിക്കോസ് അത് മ്യൂസിയം ഒന്നും ആക്കിയിട്ടില്ല. ഈ ദിവസം മാത്രമാണ് അവർ തുറന്നു കൊടുക്കുള്ളൂ. എസ് രാധാകൃഷ്ണൻ്റെ മരുമകളാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ പേര് ഗിരിജ എന്ന് കാണുമ്പോൾ ഞാൻ എപ്പോഴും വായിക്കാറുണ്ട്. കാരണം എൻ്റെ ഒരു ആൻറ്റിയുണ്ട്, എനിക്കൊരു ഫ്രണ്ട് ജയലക്ഷ്മി ആൻറ്റി, പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഗിരിജ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും പാർവതി ദേവിയുടെ പേരുമാണ്. അപ്പോൾ ആ വീടിനൊക്കെ ഗിരിജ എന്ന് പേരുമ്പോൾ എന്ത് രസമല്ലേ എന്നിങ്ങനെ വിചാരിക്കാറുണ്ട്. അപ്പം ഞാൻ ആ വീടിൻ്റെ മുമ്പിൽ പോയി നിന്ന് ആ വീട് ഇങ്ങനെ കുറച്ച് നേരം കണ്ടിട്ട് വന്നു ഒരു ദിവസം. ഞാൻ ചെയ്ത പണിയാണ്, എനിക്കങ്ങനെ തോന്നി. അപ്പോൾ എനിക്കത് കാരണം ഒന്നും ചെയ്യാനില്ലാതിരുന്ന ദിവസം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് മോള് സ്കൂളിൽ പോയായിരുന്നു. മോളന്ന് ബാലവിദ്യാമന്ദിർ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചിരുന്നത്, അടയാറിൽ. അപ്പോൾ മോളെ ഞാൻ അവിടെ വിട്ടിട്ട് ഞാനിവിടെ പോയി ഒരു സംഗീത ഹോട്ടലിൽ നിന്നൊരു മസാല ദോശ കഴിച്ചു. അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ നടന്ന് കുറച്ചിങ്ങനെ ചോദിച്ചു പോയിട്ട് എങ്ങനെയാ ആ റൂട്ടൊക്കെ കണ്ടുപിടിച്ച് പോയി ഞാൻ നടന്ന്. കാരണം ബസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പോയി അവിടെ പോയി കുറച്ച് നേരം നിന്ന് ആ വീടൊക്കെ നോക്കി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പോന്നു നടന്നു. എനിക്ക് കയറാൻ പറ്റില്ലല്ലോ, എല്ലാവരുടെയും വീടല്ലേ, അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അങ്ങനത്തെ കാര്യം ചെയ്യുക. ഏതെങ്കിലും പഴയ ഇടിഞ്ഞു കിടക്കുന്ന അമ്പലത്തിൻ്റെ അടുത്ത് പോയി നോക്കുകയോ, അങ്ങനെ പഴയ കാര്യങ്ങൾ ഇഷ്ടമുള്ളവർ. പിന്നെ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ലുലു മാളാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് ഒന്നും ഷോപ്പ് ചെയ്യാനില്ലെങ്കിൽ ലുലു മാളിൽ പോകാനേ ഇഷ്ടമല്ല. ഭയങ്കര ക്രൗഡഡ്. ഈ ക്രൗഡഡ് പ്ലേസസ് എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പെറുക്കിയിട്ട് വാങ്ങി ഞാൻ പുറത്തിറങ്ങിയിരിക്കും. ഒരിപ്പം സാരിയൊക്കെ വാങ്ങിക്കാനാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ബുട്ടിക് പോലത്തെ സ്ഥലമാണ് തിരഞ്ഞെടുക്കുക. അല്ലാതെ വലിയ കടകളിൽ ചെന്ന് കഴിയുമ്പോൾ ഐ വിൽ ജസ്റ്റ് ഗെറ്റ് ക്യാരിഡ് അവേ. എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല, ക്ലസ്ട്രോഫോബിയ തോന്നും. അങ്ങനെ ഒരു കട മൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. എടപ്പള്ളിയിൽ ഒരു വലിയ കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പേര് ഞാൻ പറയണില്ല, എല്ലാവർക്കും അറിയാം. ആ കടയുണ്ടല്ലോ, അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദർ വാസ് സം കൈൻഡ് ഓഫ് പ്രോബ്ലം ഓവർ ദർ. അവിടെ ഒരു വായു സഞ്ചാരം ഇല്ലാത്ത പോലെ അവിടെ നമുക്ക് നിൽക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അത് മൂടിപ്പോയിട്ടോ. കഷ്ടമായിപ്പോയി അവർക്ക്. എന്തോ വാസ്തു പ്രോബ്ലമാണ് എന്താണോ. പക്ഷേ എനിക്ക് അവിടെ കയറിയിട്ട് എല്ലാവരും പോകുന്നുണ്ടല്ലോ, എന്നാൽ പോയി നോക്കാമെന്ന് പറഞ്ഞു ഞാൻ ഓടി പോയതാ. പക്ഷെ പോയിട്ട് ഞാൻ അവിടെ നിന്നും വാങ്ങിയില്ല എന്ന് തന്നെയല്ല, എനിക്ക് പെട്ടെന്ന് ചാടി പുറത്തിറങ്ങണം എന്നുള്ളൊരു ചിന്തയായിപ്പോയി. അപ്പോൾ ബാഡ് ടൈംസിനെ ഓവർകം ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ബാഡ് ടൈംസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇവൻറ്റ്സ് നടന്നിട്ടൊന്നുമില്ല. ഞാൻ ഈ ജോബ് ലോസിൻ്റെയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോഴോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ആയിട്ട് ഒറ്റയ്ക്ക് ആകുമ്പോഴൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ മൈലാപ്പൂർ ടെമ്പിളിൽ പോകുമായിരുന്നു. നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, മദ്രാസിൽ മൈലാപ്പൂർ ടെമ്പിൾ ഉണ്ട്. അത് രസമാണ്. അവിടെ വലിയൊരു കുളത്തിൻ്റെ സൈഡിലാണ് ഈ അമ്പലം. അത് പണ്ടത്തെ കാലത്തെ ഇതൊക്കെയാണ്, കാർവിങ്സ് ഒക്കെയാണ്. അപ്പോൾ വെറുതെ അവിടെ ചെല്ലുമ്പോൾ ഒരു എനർജി, അതിനെ അവിടെ ഒക്കെ ചുറ്റി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെയൊക്കെ വരുമായിരുന്നു ഞാൻ. പിന്നെ ഞാൻ ചെയ്യുന്നത് പണ്ടായിരുന്ന, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സാരീസ് മേടിക്കുക. ഈ ടൈപ്പിലുള്ള ഇനിയൊരു സാരിയാണിത്, ആ കളറിൽ ഈ ടൈപ്പിലുള്ള സാരീസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോയി ഒരെണ്ണം എടുക്കുക. അപ്പം ചേച്ചി ഇത് സ്പെൻ ത്രിഫ്റ്റ് അല്ലേ? ആണ് കേട്ടോ. അതും ഈ ബാഡ് ടൈംസിൽ നമുക്ക് അങ്ങനെ ഒരു ഇൻ്റലിജൻസ് വരും. അത് നമ്മൾ കൺട്രോൾ ചെയ്യണമായിരിക്കും നല്ലത്. അതത്ര നല്ല പരിപാടിയല്ല. 1-2 വാങ്ങിച്ച് നിർത്തിയേക്കണം കേട്ടോ. നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമുക്കതൊരു ഹാബിറ്റായി പോവും. അതൊരു ഷോപ്പഹോളിക്കായിട്ട് നമ്മളെ മാറ്റും. അത് നല്ലതല്ല. ഈ ഷുഡ് നോട്ട് waste money on
ടു മെനി ക്ലോത്ത്സ് അത് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് ഈ ബാഡ് ടൈംസിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ നമ്മൾ ഹോൾഡ് ചെയ്യും വീട്ടിൽ സാധനങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യൂരിയോസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ്. സോ 1 or 2 നമ്മൾ കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിരിക്കണം നമ്മുടെ മനസ്സ് അങ്ങനെയുള്ള കടകളിലൊക്കെ കയറുമ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബ്ലൗസ് പീസ് വാങ്ങിച്ചാൽ മതി, അപ്പോൾ അത്രയും പൈസ ആവില്ലല്ലോ. പിന്നെ അപ്പം ബാഡ് ടൈംസ് ഓവർകം ചെയ്യാനുള്ള പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, ദൂരങ്ങളിലേക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ലായിരിക്കും. കുട്ടികൾക്ക് ചിലപ്പോൾ പഠിത്തമുണ്ടാവും, അല്ലെങ്കിൽ പണം വ്യയം ചെയ്യേണ്ടെന്നായിട്ടായിരിക്കും. അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുക, അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ വേറെ താമസിക്കുന്നതെങ്കിൽ അവർക്കുള്ള ഫുഡ്, എൻ്റെ അച്ഛനമ്മയും വന്ന് താമസിക്കാറുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അവിടെ. അപ്പോൾ ആ സമയത്തായിരുന്നു എനിക്കൊരു പ്രാവശ്യം 45 വയസ്സോ ഒക്കെ ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു, എൻ്റെ 45th ഡേക്ക് ബർത്ത്ഡേക്ക് ഞങ്ങളെല്ലാവരും കൂടെ കുറേ ചെടികൾ മേടിച്ചിട്ട്, അപ്പോൾ ആ പുതിയ വീട് മേടിച്ച സമയമായിരുന്നു, അവിടെ എല്ലാം വേക്കൻ്റ് ആയിട്ട് കിടന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോയി ഞാൻ ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ ഈ സാധനം കൊണ്ടുപോയി നട്ടു, എല്ലായിടത്തും നട്ടു. അവിടെ ഇപ്പോഴും വേപ്പ മരമൊക്കെ, ഇതില്ലേ ആര്യവേപ്പ്, അങ്ങനെയുള്ള നല്ല നല്ല മരങ്ങൾ, പിന്നെ എന്തായിരുന്നു അങ്ങനത്തെ കുറേ നല്ല സാധനങ്ങൾ ഇപ്പോൾ അവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കൊന്ന, അങ്ങനെ കുറേ കോമൺ പ്ലേസസിൽ എനിക്ക് പറ്റുന്ന സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് 45 എണ്ണം ഞാൻ അമ്മയും അച്ഛനും ഒക്കെ കൂടെ നട്ടു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാണ്, നമുക്ക് ആ ടൈം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ ഹാപ്പി മൊമെൻറ്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫ്യൂ തിങ്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ്, ബുക്സ് വായിക്കുന്നതും ബുക്ക് മേടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ, അത് സൈഡിൽ നടക്കുന്നുണ്ട്. ബട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്തത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്ത ജോലി കിട്ടുന്നേ. ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇഫ് ഹീ ഈസ് ഓക്കെ വിത്ത് ഇറ്റ്, നോ, കണ്ടിന്യൂ ലിവിങ് ലൈക്ക് ദിസ്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടും, പിന്നെ എന്താ കുഴപ്പം കേട്ടോ. ഇതിലൊന്നും ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ ബൈ ഓൾ ദീസ് തിങ്സ്. ഇതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നില്ലേ, ഞാൻ ഐ എം ടേക്കിംഗ് ദിസ് ആസ് എ ചാൻസ് ടു ബി വിത്ത് മൈ പാരൻസ്. കാരണം അല്ലെങ്കിൽ ഞാൻ 2-3 വീഡിയോസിൽ ഞാൻ പറഞ്ഞില്ലേ, ബിക്കോസ് അതർവൈസ് ഐ മെ നോട്ട് ടേക്ക് എ ബിഗ് ബ്രേക്ക് ലൈക്ക് ദിസ് ആൻഡ് കം ആൻഡ് സിറ്റ് വിത്ത് മൈ പേരൻസ് അല്ലേ. കാരണം കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ആ വഴിയേ പോവുകയുള്ളൂ, പിന്നെ അവർക്ക് അവരുടേതായ ചുമതലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്കൊരു ബ്രേക്ക് പോലെ ഇപ്പം വന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്ന് ഇരിക്കുന്നത്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് ജോലി നിർത്തി വന്നു കഴിയുമ്പോൾ വി ഹാവ് ടു സ്റ്റാർട്ട് അവർ ഫാമിലി അഗെയിൻ അല്ലേ. അപ്പോഴേക്കും മോളുടെ കല്യാണമൊക്കെ കഴിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കണം. ബട്ട് ഞാൻ വിചാരിക്കണമൊന്നും നടക്കില്ല. ഷീ ഹാസ് ടു തിങ്ക് ആൻഡ് ഭഗവാൻ അതിനുള്ള ഇതൊക്കെ തരണം. അവർക്കൊക്കെ അവരുടേതായ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. സോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് പറയാം, എന്തുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ കല്യാണം കഴിക്കാനായിട്ട് മടിക്കുന്നത് അല്ലേ. അത് പിന്നെ പറയാം കേട്ടോ, കാരണം വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. സോ ബാഡ് ടൈംസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കത് ബാഡ് ടൈമായിട്ട് തോന്നുകയില്ല. നിങ്ങളുടെ ടൈം പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് എനിക്ക് ദാറ്റ് ഈസ് ദ ടേക്ക് അവേ ഫ്രം ദിസ് വീഡിയോ കേട്ടോ. ജോബ് പോയി എന്നൊന്നും പറഞ്ഞ് അതൊന്നും ജീവിതത്തിൻ്റെ അവസാനമൊന്നും അല്ല, ഇനിയും കിട്ടും, വേറെ എന്തെങ്കിലും ജോബ് കിട്ടും. ഇന്നത്തെ കാലത്ത് ഈ സ്ഥിരതയില്ലാത്ത ജോബൊന്നും ഒക്കെയാണ് എല്ലാവരുടെയും. അല്ലെങ്കിൽ പിന്നെ വല്ല ഗവൺമെൻറ് ജോലി ആയിരിക്കണം. ആ ഗവൺമെൻറ് ജോലിക്കും ഇതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും വീട് സെറ്റാക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പല 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 പ്രോബ്ലംസ് അവരും ഫേസ് ചെയ്യുന്നുണ്ട്. മേ ബി ജോബ് സെക്യൂരിറ്റി കാണുമായിരിക്കും അല്ലേ. സോ ഇനി വൈൻഡപ്പ് ചെയ്യാം. ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാണുന്നവർ. ഓക്കെ, അല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരോ പറയണ്ടായിരുന്നു, എനിക്ക് 2 പ്രാവശ്യം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനേന്ന്. ഐ എം സോ ഹാപ്പി ടു ഹിയർ ഓൾ ദീസ് കേട്ടോ. കാരണം അത് എന്നോടുള്ള ഇഷ്ടമല്ലേ ഞാൻ പ്രകടിപ്പിക്കുന്നത്. താങ്ക് യു ഫോർ ദാറ്റ്. 2 പ്രാവശ്യം ഞെക്കണ്ട, അൺസബ്സ്ക്രൈബ് ആയി പോകട്ടോ, എല്ലാവർക്കും അറിയാമല്ലോ. സോ ജസ്റ്റ് ട്രൈ ടു ഹെൽപ്പ് മീ ഔട്ട്. വളരും അല്ലേ, നമ്മളും വളരും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓരോരോ സബ്ജക്റ്റ് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളും കേട്ടോണ്ടിരിക്കും, ഞാനും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. സോ സീ യു ടുമോറോ. ബൈ.